ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മെൻസുറേഷൻ 2D എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ CHSL 2024 ക്രാഷ് കോഴ്സിന് വേണ്ടി ചെയ്യുന്നത്. നമ്മളുടെ എക്സാം ജൂലൈ 1 തന്നെ ഉണ്ട്. ജൂലൈ 1 മുതൽ 12 വരെ ഡേറ്റ് ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ടെലിഗ്രാം ചാനലിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ജൂലൈ 1 നടക്കുന്ന ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ ഏകദേശം 15, ഇത് 16ാമത്തെ ക്ലാസ് ആണ്, മാത്സിന്റെ മാത്രം. ബാക്കി സബ്ജക്റ്റിന്റെയും ക്ലാസ്സുകൾ പോകുന്നുണ്ട് ക്രാഷ് കോഴ്സ്. അപ്പോൾ ഏകദേശം അരിത്തമെറ്റിക് ടോപ്പിക്കുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ അഡ്വാൻസ് ടോപ്പിക് ആയിട്ടുള്ള ട്രിഗ്നോമെട്രി ഓൾറെഡി കഴിഞ്ഞു. മെൻസുറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മെൻസുറേഷൻ 2D 3D പിന്നെ ജോമെട്രി, അതുപോലെ ഓൾജിബ്ര എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ മുമ്പത്തുള്ള ക്ലാസ്സുകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ദയവായിട്ട് പ്ലേലിസ്റ്റ് പോയിട്ട് ഈ ഒരു CHSL ക്രാഷ് കോഴ്സിന്റെ ഫുൾ ക്ലാസ്സുകളും മൊത്തം ക്ലാസ്സുകളും കണ്ട് അത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ എക്സാമിന് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അത് ഇനി CGL എഴുതുന്നവരായിക്കോട്ടെ, ഇപ്പം സെലക്ഷൻ പോസ്റ്റിന്റെ എക്സാം ഉണ്ട് 24 സമയത്ത്, CPO ഉണ്ട്. ഇപ്പൊ CPO, സെലക്ഷൻ പോസ്റ്റ്, CGL എല്ലാ എക്സാംസിനും വേണ്ടി യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത്. അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിച്ചിട്ട് പോലെ തന്നെ അവിടെ ഇതിൽ നിന്നും ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ടോപ്പിക് വൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ എങ്ങനെ എക്സാമിന് അത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഒരു ക്വസ്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതെല്ലാം നമ്മുടെ ക്ലാസ്സുകൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇത് ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഇതിലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടം ആവുന്നുണ്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഡെമോ ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആണ്. എല്ലാത്തിന്റെയും ക്ലാസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് CHSLന്റെ പെയ്ഡ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കൂ. മെൻസുറേഷൻ 2Dയിൽ മെയിൻ ആയിട്ട് ഞാൻ ട്രയാങ്കിൾ അതുപോലെ റെക്ടാങ്കിൾ അതിന്റെ ക്വാഡ്രിലാറ്ററൽസ്, ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ മെൻസുറേഷൻ 2D എന്ന് പറയുന്നത് വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഓക്കെ, ട്രയാങ്കിൾ MNOയിൽ N-ഉം O-യും ഈക്വൽ ആണ്. N-ഉം ഓക്കെ ഓക്കെ യെസ് MNOയിൽ N-ഉം O-യും ഈക്വൽ ആണ്. NO 12 ആണ്, MO 10 ആണ്. അതിന്റെ MB ബി ദ ഓൾട്ടിറ്റ്യൂഡ്, ദെൻ ദ ലെങ്ത് ഓഫ് MB. ഓക്കെ, ലെങ്ത് ഓഫ് MB ആണ് വേണ്ടത്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ MNOയിൽ N-ഉം O-യും ഈക്വൽ ആണ്. ഓക്കെ, MNO നമുക്ക് ഫിഗർ വരച്ചെങ്കിലും വരത്തുള്ളൂ. MNOയിൽ N-ഉം O-യും എന്താണ്, ഇതും ഈക്വൽ ആണ്. NO എന്ന് പറഞ്ഞാൽ 12 സെന്റിമീറ്റർ, MO എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ. അപ്പൊ ഇത് ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡുകളും ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡുകളും ഈക്വൽ ആയിരിക്കും. ഇത് 10 ആണ്. MB എന്ന് പറഞ്ഞാൽ എന്താണ്, MB എന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ് ആണ്. ആൾട്ടിറ്റ്യൂഡ് 90 ഡിഗ്രി ആണ്. ഇപ്പൊ MB ആൾട്ടിറ്റ്യൂഡ് ആണെങ്കിൽ ലെങ്ത് ഓഫ് MB, ഇതിന്റെ ലെങ്ത് ആണ് വേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഒരു ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഈക്വൽ, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ. അപ്പോൾ ഐസോസിലസ് ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ് വരയ്ക്കുമ്പോൾ അതെന്തായിരിക്കും, അത് ഈ തേർഡ് സൈഡിന്റെ മീഡിയൻ ആയിരിക്കും. അതായത് ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദിസ് ഐസോസിലസ് ട്രയാങ്കിൾ വിൽ ബി ദ മീഡിയൻ ഓഫ് ദിസ് സൈഡ്. അതായത് ഇതിനെ എന്ത് ചെയ്യും, ഇതിനെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് തന്നെ ആയിരിക്കും, ഐസോസിലസ് ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ് തന്നെ ആയിരിക്കും ഇതിന്റെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇതിനെ ബൈസെക്ട് ചെയ്യും. അതായത് ഇത് 6 സെന്റിമീറ്റർ ആയിരിക്കും, ഇത് 6 സെന്റിമീറ്റർ ആയിരിക്കും. നമുക്കിവിടെ MPN എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി. അതിനകത്ത് അതിന്റെ ഹൈപ്പോട്ടന്യൂസ് 10, ബേസ് 6, അങ്ങനെയാണ് ഇത് എത്ര ആയിരിക്കും, 8 ആയിരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട്. 10ന്റെ സ്ക്വയർ മൈനസ് 6ന്റെ സ്ക്വയർ 100 മൈനസ് 36 64 റൂട്ട് 64 8 എന്ന് കിട്ടും. അത് ഒരു വഴി നമുക്കറിയാം 3 4 5 എന്ന് പറയുന്ന ട്രിപ്ലറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഇരട്ടിയായിട്ടുള്ള 6 8 10 ഇതെന്തായിരിക്കും, ട്രിപ്ലറ്റ് ആയിരിക്കും. ട്രിപ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടാമതിന്റെ സ്ക്വയറിന്റെ സം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സൈഡിന്റെ സ്ക്വയർ ആയിരിക്കും. 3ന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ എത്രയാണ്, 25. അപ്പൊ ട്രിപ്ലറ്റ് എന്താണെന്നൊക്കെയുള്ള വീഡിയോ നമ്മുടെ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്ത് കിട്ടും, നമുക്ക് 8 സെന്റിമീറ്റർ ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഐസോസിലസ് ട്രയാങ്കിളിൽ BC അൺഈക്വൽ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ ABCയിൽ ഇവരെന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ഫിഗർ വേഗം എന്ത് ചെയ്യുക, വരയ്ക്കുക. ഓക്കെ, അപ്പൊ ABCയിൽ BC is the unequal side of the triangle. Line AD is median drawn from the vertex A to side BC. എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെയ്യാം. ഇപ്പൊ D എന്ന് പറഞ്ഞാൽ മീഡിയൻ ആണ്. അതായത് എന്ത് ചെയ്യും, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. മീഡിയനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ലെങ്ത് ഓഫ് AC 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും, 5 ആയിരിക്കും. അടുത്ത ലെങ്ത് ഓഫ് മീഡിയൻ ഇതാണ്. ഇത് ലെങ്ത് ഓഫ് മീഡിയൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ് AD. ഇത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് BC. ഇത് 5. ഇപ്പൊ ഇതെന്തായിരിക്കും, മീഡിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, മീഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉള്ളൂ. നമ്മുടെ ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസും അല്ലെങ്കിൽ ഹൈപ്പോട്ടൻസ് ഉള്ള ആൾട്ടിറ്റ്യൂഡും മീഡിയനും എന്ത് തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും. ആംഗിൾ ബൈസെക്ടറും സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഇവിടെ
റേഷ്യോ എന്തായിരിക്കും? 5, 4 അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഇത് 3 ആയിരിക്കും. 5, 4, 3 ട്രിപ്ലറ്റ് ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ ലെങ്ത് അല്ലേ ചോദിച്ചിരിക്കുന്നത്? ഇത് 3 ആണെങ്കിൽ ഇത് 3 ആയിരിക്കും. ടോട്ടൽ ബി സി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 3, 3, 6 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഈസി ആയിട്ട് ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇനി ട്രയാങ്കിൾ എക്സ് വൈ സെഡ്, എക്സ് വൈയും വൈ സെഡും. ഓക്കെ, എക്സ് വൈ എക്സ് സെഡ് അത് നോക്കിക്കോണം. എക്സ് വൈ സെഡില് എക്സ് വൈയും എക്സ് സെഡും എക്സ് ടു പോയിന്റ് പി ആൻഡ് ക്യൂ റെസ്പെക്റ്റീവ്ലി. അപ്പോൾ എക്സ് വൈ ഓക്കെ, എക്സ് വൈ ഇസഡ് ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. അപ്പൊ ഇതിനകത്ത് എക്സ് വൈയും വൈ സെഡ് അവർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ വൈയിൽ നിന്ന് ഇസഡ്. എക്സ് വൈ എക്സ് ടു പോയിന്റ് പി ക്യൂ റെസ്പെക്റ്റീവ്ലി. സർക്കിൾ ഈസ് ഡ്രോൺ സച്ച് വേ ദാറ്റ് ഇറ്റ് ടച്ചസ് വൈ സെഡ് അറ്റ് ആർ. ഓക്കെ, വൈ സെഡ് അറ്റ് ആർ ആൾസോ ടച്ചസ് പി ആൻഡ് ക്യൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫിഗർ വരച്ചാൽ ശരിയാവത്തില്ല. എക്സ് വൈ സെഡില് എക്സ് വൈയും എക്സ് സെഡ്. ഓക്കെ, എക്സ് സെഡ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആണ്, നമ്മുടെ ഫിഗർ കറക്റ്റ് ആണ്, പ്രശ്നമില്ല. എക്സ് വൈ സെഡ് ആണ്. ഇപ്പൊ എക്സ് വൈയും എക്സ് സെഡ്, അതെ എക്സ് സെഡ് ആണ്. ഓക്കെ, ഞാൻ ആദ്യം വരച്ച് തെറ്റായിരുന്നു. എക്സ് വൈയും എക്സ് സെഡ് ഇതെന്താണ്? ഈ പോയിന്റ് ഏതാണ്? പിയും ഇത് ക്യൂ ആണ്. ഓക്കെ, ഈ സർക്കിൾ ഡ്രോൺ സച്ച് വേ ദാറ്റ് ഇറ്റ് ടച്ചസ് വൈ സെഡ് അറ്റ് ആർ. വൈ സെഡിനെ നമ്മൾ ടച്ച് ആർ ചെയ്യുന്നു ആൻഡ് ഓൾസോ ടച്ച് പോയിന്റ് പി ആൻഡ് ക്യൂ. ഓക്കെ, പിയിലും ക്യൂവിലും. ഓക്കെ, നമുക്ക് ഫിഗർ കുഴപ്പമില്ല, ഇങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരു സർക്കിളാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് സെഡ് ആണ്. ഓക്കെ, ഇതെന്താണ്? ഇത് ആർ ആണ്, ഇത് പിയും ക്യൂവും ആണ്. ഓക്കെ, എല്ലാത്തിനും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ലെങ്ത് ഓഫ് എക്സ് പി എന്ന് പറഞ്ഞാൽ ഏതാണ്? എക്സ് പി. ടോട്ടൽ ലെങ്ത് തന്നിട്ടുണ്ട് എത്ര? 31.25. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ. അതായത് എക്സ് വൈ ഇസഡിന്റെ എന്ത് വേണം? പെരിമീറ്റർ വേണം. അതായത് ഇതും ഇതൂടെ കൂട്ടുന്ന സം വേണം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ ഒരു ലെങ്ത് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും? യെസ്, നാലേശം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരു പ്രോപ്പർട്ടി ആണുള്ളത്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ അതിന്റെ സൈഡുകൾ ലെങ്ത് നീട്ടി വരയ്ക്കുന്നു. അതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യണം? ഒരു സർക്കിൾ വരയ്ക്കാൻ ടച്ച് ചെയ്തുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് പി എന്ന് പറയുന്ന ലെങ്തും എക്സ് ക്യൂ എന്ന് പറയുന്ന ലെങ്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? ഇത് ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്ന എന്താണ്? ടാൻജൻസ് ആണ്. ഇതൊക്കെ ഈ ടാൻജൻസിന്റെ ക്ലാസ്സുകളൊക്കെ ഇവിടെ സർക്കിളിന്റെ ക്ലാസ് നമ്മുടെ ചാനലിൽ CGL 2023 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിന്റെ ഫസ്റ്റ് മാത്സിന്റെ ക്ലാസ് ആണ് സർക്കിളിന്റെ ക്ലാസ്. 3 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റിനും അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ് പിയും എക്സ് ക്യൂ എന്താണ്? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കുന്ന ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഏതാണോ ആ തന്നിട്ടുള്ള ടാൻജന്റ്. അതായത് 2 ഇൻറ്റു എക്സ് പി അല്ലെങ്കിൽ 2 ഇൻറ്റു എക്സ് ക്യൂ ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 2 ഇൻറ്റു ഈ 31.25 ആണ്. നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതും ഈക്വൽ ആണ്. അങ്ങനെയാണ് ഈ ഡെറിവേഷൻ വരുന്നത്. ഇപ്പൊ 2 ഇൻറ്റു 31.25 എത്രയാണ്? 62.25 ഇൻറ്റു 62.5 സെന്റിമീറ്റർ. ഓപ്ഷൻ എ ആയിരിക്കും എന്തെന്ന് പറയുന്നത് അതിന്റെ ആൻസർ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഇതിനി പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. ഇപ്പൊ 2-3 വട്ടം ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേറെ കാണാൻ പറ്റും. അപ്പൊ അതിനും ഇതേ പ്രോപ്പർട്ടി തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ പെരിമീറ്റർ തന്നിട്ട് ഇതിന്റെ ലെങ്ത് ചോദിക്കും. അപ്പൊ അങ്ങനത്തുള്ള ഈ ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്യും? ഡിഫറെന്റ് രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാൻജന്റ് എത്രയാണോ ആ ടാൻജന്റിന്റെ ലെങ്ത് അതിന്റെ ഡബിൾ ആയിരിക്കും. ഇപ്പൊ എത്രയാണ്? 62.5 സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ദിവസം പിന്നെ ഐസോസെലസ് ട്രയാങ്കിൾ ABC. ഇപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഇത് നമുക്ക് ജോമെട്രി ആയിട്ടും പറയാം, 2 ഡയമെൻഷനിൽ ജോമെട്രി ആയിട്ടും പറയാം. ഓക്കെ, ആംഗിളും ഒക്കെ കണ്ടുപിടിക്കും. ട്രയാങ്കിൾ ABC O is the intersection point of the internal angle bisectors of ABC and ACB. ഓക്കെ, അപ്പോൾ ABC ട്രയാങ്കിളിൽ നമ്മുടെ തിയറമാണ്. O is the intersection point of the internal angle bisectors of ABC and ACB. ഓക്കെ, ഇന്റേണൽ ആംഗിൾ ബൈസെക്ടേഴ്സ് ABC and ACB യുടെ ക്രോസ് സെക്ഷൻ പോയിന്റ് ആണ് O എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ OBC വന്നിട്ടുണ്ട്. OBC ഇത് 30 ആണ്. ഇത് 30 ആണെങ്കിൽ ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് ഇത് എത്ര ആയിരിക്കും? 30 ആയിരിക്കും. അത് 30, 60, ബാക്കി ഇത് എത്ര ആയിരിക്കും? 120 ആയിരിക്കും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതെന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി അധികം ആംഗിൾ A/2 ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ തിയറമാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇത് ഇന്റീരിയർ ആംഗിൾ, ഇത് ഇൻസെന്റർ ആയിരിക്കും. ഓക്കെ, ഇന്റീരിയർ ആംഗിൾ ബൈസെക്ടർ കൂട്ടിവിടുന്ന പോയിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി പ്ലസ് A/2 ആയിരിക്കും. പിന്നെ A/2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര? 90 30 കൂടുതൽ. A/2 എന്ന് പറഞ്ഞാൽ 30 ആണ്. A എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എയുടെ പകുതി 30 ആണ് അല്ലെ? 30 കൂടുന്നതിൽ 120 വരുന്നത്. എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 30ന്റെ ഇരട്ടി എത്രയായിരിക്കും? 60 ഡിഗ്രി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ തിയറംസ് ആണ്. ട്രയാങ്കിൾ ABCയിൽ D is a line segment which intersect AB at D and AC at E such that D is parallel to BC. The line segment divides triangle into 2 parts of equal area. What is BD by AB? ഇതൊക്കെ നമ്മുടെ സിമിലാരിറ്റി വെച്ചിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് ജോമെട്രിയും കൂടെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഡയമെൻഷൻ
ഫിഗർ ആണ്. ഓക്കെ, എ ബി സിയില് ഡി എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ് ഇന്റർസെക്ട് എ ബി അറ്റ് ഡി ആൻഡ് എ സി അറ്റ് ഇ. ഓക്കെ, ഇപ്പൊ ഡി എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് ആണ്, ഡി പാരലൽ ടു ബി സി ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ തെയിൽസ് തിയറം ആണ്, നമ്മുടെ ജോമെട്രിയിൽ വരുന്നതാണ്. ഇപ്പൊ ജോമെട്രി മെൻസുറേഷനും സെയിം സംഭവം തന്നെയാണ്, ജസ്റ്റ് ജോമെട്രിക്കകത്ത് കുറെ തിയറം പറയുന്നു, ഇതിൽ ഏരിയയൊക്കെ പറയുന്നു. പക്ഷെ നിങ്ങൾക്ക് പ്രിലിംസിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡി പാരലൽ ടു ബി സി, ദ ലൈൻ സെഗ്മെന്റ് ഡിവൈഡ്സ് ട്രയാങ്കിൾ ഇൻടു ടു പാർട്സ് ഓഫ് ഈക്വൽ ഏരിയ. അതായത് ഇതൊന്ന് ഒരു യൂണിറ്റ് ആണെങ്കിൽ ഇത് ഒരു യൂണിറ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്? അപ്പൊ ഇത് പാരലൽ ആണെങ്കിൽ എന്തായിരിക്കും? ഈ രണ്ട് ട്രയാങ്കിളും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. അതായത് ഈ ചെറുത് എ ഡി എന്ന് പറയുന്ന ചെറിയ ട്രയാങ്കിളും എ ബി സി എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളും എന്തായിരിക്കും? സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും. ട്രയാങ്കിളിന്റെ സിമിലാരിറ്റി ഒക്കെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, ട്രയാങ്കിളിലെ 2 ക്ലാസ് ചെയ്തിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ജസ്റ്റ് പേരോട് സെർച്ച് ചെയ്യുക, ദിശ അക്കാഡമി എന്ന് ചേർത്ത് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത് ഏരിയയുടെ റേഷ്യോ എന്ത് വരും? 1:2 എന്ന് വരും. അതായത് ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ 1 ആണെങ്കിൽ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ 2 എന്ന് വരും. അപ്പൊ സൈഡിന്റെ റേഷ്യോ, ഏരിയയുടെ റേഷ്യോ ഇതാണെങ്കിൽ സൈഡിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ റൂട്ട് എടുത്താൽ മതി. ഇതിന്റെ സൈഡ്, ചെറുതിന്റെ സൈഡ് 1 ആണെങ്കിൽ വലുതിന്റെ സൈഡ് എന്തായിരിക്കും? √2 യൂണിറ്റ് ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ്, ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ റേഷ്യോ. ഇത് ഒരു യൂണിറ്റ് ആണെങ്കിൽ ഇത് എത്ര യൂണിറ്റ് ആയിരിക്കും? √2 യൂണിറ്റ് ആയിരിക്കും. വാട്ട് ഈസ് ബി ഡി ബൈ എ ബി? ഇപ്പൊ ബി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ബി ഡി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ടോട്ടൽ ഈ ട്രയാങ്കിളിന്റെ, ഇപ്പൊ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ റേഷ്യോ ആയിരിക്കും ഈക്വൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ ഓപ്പോസിറ്റ് √2 ആണെങ്കിൽ ഈ ചെറുത് എത്രയാണ്? ഇതിന്റെ ഓപ്പോസിറ്റ് 1 ആണ്. അപ്പൊ ഇത് എത്ര? ബി ഡി എന്ന് പറഞ്ഞാൽ എത്ര വരും? ടോട്ടൽ √2, അതിൽ നിന്നും 1 കുറയ്ക്കും, ഇത് 1 കുറയ്ക്കും. അപ്പൊ ബി ഡി എന്ന് പറഞ്ഞാൽ √2 - 1. എ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? എ ബി എന്ന് പറഞ്ഞാൽ √2. അപ്പൊ √2 - 1/√2 എവിടെയാണ്? √2 - 1/√2 ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. ഓക്കെ, ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ടാൻജന്റ് എം എൻ ടച്ചസ് എ സർക്കിൾ അറ്റ് പോയിന്റ് എ. ഓക്കെ, അപ്പൊ ഒരു ടാൻജന്റ് എം എൻ ഒരു സർക്കിളിനെ എന്ത് ചെയ്യുന്നു? ഒരു പോയിന്റ് എയിൽ ടച്ച് ചെയ്യുന്നു. എ ബി സി ഇൻസ്ക്രൈബിന്റെ സർക്കിൾ. ഓക്കെ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ജോമെട്രിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ജോമെട്രിയിൽ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ഹോംവർക്ക് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? എ ബി സി ഇൻസ്ക്രൈബിന്റെ സർക്കിൾ ടാൻജന്റ് എം എൻ. ഓക്കെ, ടാൻജന്റ് എം എൻ എന്ന് പറഞ്ഞൊരു ടാൻജന്റ് ഉണ്ട്. അത് എവിടെ ചെയ്യുന്നത്? പോയിന്റ് എയിലാണ് മീറ്റ് ചെയ്യുന്നത്. ടാൻജന്റ് എം എൻ ആണ്. എ ബി സി ഈസ് ഇൻസ്ക്രൈബിന്റെ സർക്കിൾ. എ ബി സി എന്ന് പറഞ്ഞാൽ എ ബി സി ഇൻസ്ക്രൈബിന്റെ സർക്കിൾ സച്ച് ദാറ്റ് ലെങ്ത് സി ബി ഇസ് ഡയമീറ്റർ. ഓക്കെ, ഇത് ഡയമീറ്റർ ആണ്. അപ്പോൾ സെന്റർ ഇവിടെ വരും. എ ബി സി 30 ആണ്. എ ബി സി ഇത് 30 ആണ്. അപ്പോൾ ഡയമീറ്റർ ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. പ്രോപ്പർട്ടിയാണ്, സെമി സർക്കിളിലെ ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് 30, ഇത് 60 ആണ്. ഓക്കെ, ഫൈൻ ആംഗിൾ ബി എ എൻ. ഇപ്പൊ ബി എ എൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് 60 വന്നു, ഇത് 90 ഉണ്ട്, ഇത് 30 ഉണ്ട്. അപ്പൊ ബി എൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് വരുന്നത്? 4 ചോക്കും. അപ്പൊ ബി എ എന്നും നമ്മുടെ എ സി ബി എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. അപ്പൊ ഇത് ഏത് പ്രോപ്പർട്ടിയാണ്? നമ്മുടെ ആൾട്ടർനേറ്റ് സെഗ്മെന്റ് തിയറം. ഓക്കെ, ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് തിയറം. ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് തിയറം വെച്ചിട്ട് എന്തായിരിക്കും? ഈ ടാൻജന്റും ഇവിടെ ഒരു കോഡ് ഉണ്ടാക്കുന്ന ആംഗിൾ, ആ ടാൻജന്റും ഒരു കോഡ്, അതിനകത്തുള്ള കോഡ് ഉണ്ടാക്കുന്ന ഈ ആംഗിളും അതേ കോഡ് സർക്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ ഇത് 60 ആയിരിക്കും. ഇതാണ് ആൾട്ടർനേറ്റ് സെഗ്മെന്റ് തിയറം. ഇത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്? പഠിച്ചിട്ട് പോകേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറം. ഓക്കെ ഓക്കെ. The length of 3 sides of a triangle are in the ratio 2:3. Perimeter of the triangle എന്നിട്ട് 42. 2, 2, 4, 3, 7. 7 യൂണിറ്റിന്റെ വാല്യൂ ആണ് 42. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 6 ആണ്. ലെങ്ത് ഓഫ് ദ ലാർജസ്റ്റ് സൈഡ് അതായത് 3 ആണ്. 3 എന്ന് പറഞ്ഞാൽ 3 18 സെന്റിമീറ്റർ. ഓക്കെ, 3 18 സെന്റിമീറ്റർ. ഓക്കെ, ഈസി ആയിട്ട് ചെയ്യും. ഏരിയ ഓഫ് ആൻ ഐസോസ്, ഏരിയ ഒക്കെയാണ് നമ്മുടെ മെൻസുറേഷനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ഏരിയ ഓഫ് ആൻ ഐസോസ് ട്രയാങ്കിൾ ഹൂസ് ബേസ് ഈസ് 54 സെന്റിമീറ്റർ ലോങ് ആൻഡ് ഈച്ച് ഈക്വൽ സൈഡ് ഈസ് 45 സെന്റിമീറ്റർ ലോങ്. അപ്പൊ ഇവിടെ ഏരിയ എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഫോർമുല ഒന്നും എടുക്കണ്ട. നമുക്ക് ഇത് 45 നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഒരു പെർപെൻഡിക്കുലർ എന്ന് വരയ്ക്കും. പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? താഴത്തെ സൈഡിനെ എന്ത് ചെയ്യും? അത് ഡിവൈഡ് ചെയ്യും ഈക്വൽ ആയിട്ട്. ഇപ്പൊ ഇത് 27, ഇപ്പൊ 45 27 റേഷ്യോ എടുക്കുമ്പോൾ 5 3 ഇവിടെ എന്താണ്? 9 ഇങ്ങ് മാറ്റാം. ഇതിൽ നിന്ന് 9 എടുക്കുന്നു, ഇതിൽ നിന്ന് 9 എടുക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് കാണും? 9 കാണും. 9 എടുക്കുന്നു. അപ്പൊ ബാക്കി എന്താ ഉള്ളത്? ഇവിടെ 5, ഇവിടെ 3. അപ്പൊ 5 3 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? ഇവിടെ 4 ആയിരിക്കണം. 5 3 4 ആണ് ട്രിപ്ലറ്റ്. ഇത് ഹൈപ്പോട്ടനസ്. 9 × 4 ഇത് എത്ര ആയിരിക്കും? 36 ആയിരിക്കും. അപ്പൊ നമ്മുടെ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 27 54 ഇൻറ്റു എച്ച്, അതിലോട്ടുള്ള ഹൈറ്റ് എത്രയാണ്? 36. അപ്പൊ നമ്മുടെ ആൻസർ 54 × 18 8 4 32 2 യൂണിറ്റ് വരും. അങ്ങനെയുള്ള ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ സി. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾക്ക് ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇങ്ങനെ ഒരു ആൾട്ടിറ്റ്യൂഡ് വരച്ചായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ മറ്റേ ഫോർമുല ഒരു B/4 എന്നൊക്കെ പറഞ്ഞ ഫോർമുല ഉണ്ട്, അതിന് ഇതെന്തോ ഒരു ആവശ്യമില്ല. വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ ട്രിപ്ലറ്റ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കും. ഇനി നമുക്ക് റെക്ടാങ്കിൾ ക്വാഡ്രിലാറ്ററൽ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കേ.
ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കി. യെസ്. The width of a path around the square field is 44.5 meter and the area തന്നിട്ടുണ്ട്. Find the cost of fencing the field at a rate of 100 per meter. അപ്പൊ അതായത് നമുക്ക് എന്ത് വേണം? കോസ്റ്റ് ഓഫ് ഫെൻസിങ് ആണ്. 100 per meter. അതായത് അതിന്റെ എന്ത് വേണം? പെരിമീറ്റർ വേണം. ഓക്കെ. അപ്പൊ വിഡ്ത്ത് ഓഫ് പാത്ത് അറൗണ്ട് എ സ്ക്വയർ ഫീൽഡ് ഈസ് 4.5 മീറ്റർ ആൻഡ് ഇറ്റ്സ് ഏരിയ, അതിന്റെ ഏരിയ ആണ്. ഓക്കെ. ഇതൊരു സ്ക്വയർ ഫീൽഡ് ആണ്. അതിന് ചുറ്റും എന്തുണ്ട്? ഒരു പാത്ത് ഉണ്ട്. ഫിഗർ വരച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഒരു പാത്ത് ഉണ്ട്. ഓക്കെ. ഈ പാത്തിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. പാത്ത് ഉണ്ട്. എത്രയാണ് അതിന്റെ? 4.5 മീറ്റർ. ഇങ്ങോട്ട് 4.5, 4.5, 4.5, 4.5, ഇതെല്ലാം എങ്ങനെല്ലാം എന്താണ്? 4.5 മീറ്റർ ആണ്. ഓക്കെ. 4.5 മീറ്റർ ആണ്. ഓക്കെ. അപ്പൊ എന്താണ് ഇതിന്റെ ഏരിയ? 105.75 ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ. അപ്പൊ ഇതിന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇത് സ്ക്വയറിന്റെ സൈഡ് എ ആണെന്ന് വെച്ചു. ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് വഴി പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ഔട്ട് സൈഡ് ആണെങ്കിൽ ഇത് സൈഡ് എ ആണ്. നമ്മളുടെ പാത്തിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ആണ്. പാത്തിന്റെ വിഡ്ത്ത് ഇത് ഡബ്ല്യു ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് പാത്ത് ഔട്ട്സൈഡ് ദ ഫീൽഡ് അല്ലെങ്കിൽ സ്ക്വയർ. ഔട്ട്സൈഡ് ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഫോമുലയാണ്. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ചെയ്യേണ്ടി വരും. എ സ്ക്വയർ അങ്ങനെ കണ്ടുപിടിച്ച് ടോട്ടൽ വിഡ്ത്ത് എ എന്ന് കൊടുത്തു. എ പ്ലസ് ഇതെന്ന് പറഞ്ഞാൽ A+9 വരും. എ പ്ലസ് 9ന്റെ സ്ക്വയർ മൈനസ് അല്ലേ A+9. എ പ്ലസ് ഇവിടെ 4.5 4.5 ഇങ്ങനെ A+9 അതൊരു സ്ക്വയർ പോലെ. A+9ന്റെ സ്ക്വയർ മൈനസ് എയുടെ സ്ക്വയർ, അതാണ് നമുക്ക് തന്നിട്ടുള്ളത് 105.75. അങ്ങനെ എന്ത് കണ്ടുപിടിക്കണം? എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഒന്നാമത്തെ വഴി അതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. 2A + 2W × 2W ഇതായിരിക്കും നമ്മുടെ ഏരിയ. ഓക്കെ. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2A + 2W. 2W എന്ന് പറഞ്ഞാൽ +9 × 9 ഇതാണ് നമുക്ക് 105.75. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ എയുടെ വാല്യൂ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. 9 കൊണ്ട് കിട്ടുമ്പോൾ 1, 15-നകത്ത് 1, 67-നകത്ത് 7, 45-നകത്ത് 5, 117.5. അതിൽ നിന്ന് 9 കുറയ്ക്കാം. എത്രയാണ്? 117-ൽ നിന്ന് 9 കുറയ്ക്കും. അപ്പം 7.5 പോയി, പിന്നെ 1.5. 7.5 പോയി, 1.5. 108.5. അപ്പൊ നമുക്ക് എ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 50. ഓക്കെ. 11.75 കിട്ടുന്നല്ലേ? ഓക്കെ. 11.75. ഓക്കെ. ശ്രദ്ധിച്ചോണേ. 2 പോയിന്റ് ഉണ്ട്. ഓക്കെ. 11.75 ആണ്. 11.75 ആകുമ്പോൾ 11.75 നിന്ന് 9 കുറയ്ക്കണ്ട. 11.75 നിന്ന് 9 കുറയ്ക്കണ്ട. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2.75. ഓക്കെ. 2.75 ആണ് നമ്മളുടെ 2A എന്ന് പറയുന്നത്. 2A എന്ന് പറഞ്ഞാൽ 2.75 വന്നു. പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 4A ആണ്. 2A വാല്യൂ ആയിട്ട് 4A എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4A. നമുക്ക് ടോട്ടൽ ആ സ്ക്വയറിന്റെ ബട്ട് ഇത് ഫീൽഡിനെ സ്ക്വയറിനെ ഫെൻസ് ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പൊ 4A വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. 4A എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇതിന്റെ ഇരട്ടി 4ഉം 1.5 5.5. അതായത് 5.5 വെച്ചിട്ട് 100 രൂപ പെർ മീറ്റർ ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും മീറ്റർ വെച്ച് 100 രൂപ, അതായത് 550 രൂപയാവും എന്ത് ചെയ്യാൻ ഇതിനെ ഫെൻസ്. ഓക്കെ. നല്ല ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മുടെ മെൻസുറേഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഇഫ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ. ഏരിയ ഓഫ് ദ സ്ക്വയർ 32 ആണെങ്കിൽ എ സ്ക്വയർ ആണ് 32. സൈഡ് എന്ന് പറഞ്ഞാൽ √32, അതായത് 4 √2. 16 × 2 ആണ് 4 √2. സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? √2A ആണ്. 4 √2 ആണ് സൈഡ്, അതേ × √2. 4 2 എത്ര കിട്ടും? 8 കിട്ടും. ഫോർമുലാസ് പഠിക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്ക്വയർ പാർക്ക് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻടു 2 റെക്ടാംഗിൾ ഓഫ് ഈക്വൽ ഏരിയ. പെരിമീറ്റർ ഓഫ് ഈച്ച് ഓഫ് ദീസ് റെക്ടാംഗിൾ 39 ആണ്. ദെൻ വാട്ട് വിൽ ബി ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ പാർക്ക്? അതായത് ഒരു സ്ക്വയർ പാർക്ക് ഉണ്ട്. ആ സ്ക്വയർ പാർക്ക് എന്താ ചെയ്തേക്കുന്നത്? രണ്ട് റെക്ടാംഗിൾസ് ഓഫ് ഈക്വൽ ഏരിയ ഈക്വൽ ആയിട്ടുള്ള 2 റെക്ടാംഗിൾസ് ഉണ്ട്. പെരിമീറ്റർ ഓഫ് ഈച്ച് ഓഫ് ദീസ് റെക്ടാംഗിൾസ് എത്രയാണ്? 39 ആണ്. അപ്പൊ 39 പെരിമീറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈക്വൽ ഏരിയ ആണ്. അപ്പൊ പെരിമീറ്റർ 39 ആണ്. അപ്പൊ ഇതും ഈക്വൽ ആണ്. ഇതും ഈക്വൽ ആണ്. ഇത് ഈക്വൽ ആണ്. ഇതും ഈക്വൽ ആണ്. ഓക്കെ. 2 വരെ ഇട്ടേക്കുന്ന ഇത് ഈക്വൽ ആണ്. ഓക്കെ. അപ്പൊ ഇത് പെരിമീറ്റർ ആണ് 39. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് സ്ക്വയറിന്റെ സൈഡ് 2A ആണെന്ന് വെച്ചു. ഇത് 2A ആണ്. ഇത് 2A ആണ്. അപ്പോൾ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏരിയ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം. അസ്യൂം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓപ്ഷൻ വഴി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓപ്ഷൻ വഴി ചെയ്യുമ്പോഴേ ഓക്കെ. അപ്പൊ ഇത് ഓപ്ഷൻ വഴി ചെയ്യുന്നതായിരിക്കും നല്ലത്. നോക്കാം. 78 എടുക്കുവാണെങ്കിൽ
78 ബൈ ഒരു 4ന്റെ മൾട്ടിപ്പിൾ ഉള്ള ഒരു ഓപ്ഷൻ നോക്കണം. 78 4ന്റെ മൾട്ടിപ്പിൾ അല്ല അവിടെ വെയിറ്റ് ചെയ്യാം. 52 39 104 104 4ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ അത് നമുക്ക് 52 ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ ഓപ്ഷൻ വഴി ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 52 ചെക്ക് ചെയ്യും. 52 ചെക്ക് ചെയ്യുമ്പോൾ പെരിമീറ്റർ 52 ആണെങ്കിൽ ഇത് വരും പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ പാർക്ക്. അപ്പൊ ഇത് 13 ഇത് 13 വരും. ഓക്കെ, ഇനി ഇത് 6.5 ചെക്ക് ചെയ്യാം. 6.5 ഇത് 6.5 ഇത് 6.5 എന്തുകൊണ്ടാ? 13 ടോട്ടൽ വരുന്നത്. ഇത് എത്ര ആയിരിക്കും? 13 ആയിരിക്കും. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ എത്ര വരും നോക്ക്. 13 13 26 13 എത്ര വന്നു? 39 വരികയും ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ബെസ്റ്റ് വഴി. നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്തേ? പെരിമീറ്റർ 4ന്റെ മൾട്ടിപ്പിൾ. 4ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യാൻ എളുപ്പത്തിന് 4ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഓരോന്നായിട്ട് ചെയ്യേണ്ടി വരും. 4ന്റെ മൾട്ടിപ്പിൾ ഇതുമല്ല ഇതുമല്ല. പിന്നെ എന്ത് ചെയ്തു? 2 വന്നു. നമുക്ക് ആദ്യം ചെറിയ ഒരെണ്ണം എടുത്ത് നോക്കാം. കാര്യം 104 കുറച്ച് വലിയ നമ്പർ ആയി പോയി. 104 എന്ന് പറഞ്ഞാൽ 27 വരും. 27 ഓൾറെഡി എന്തായി? 27 ഇവിടെ വന്നാൽ തന്നെ ഓൾറെഡി 54 ആയി. നമുക്ക് 39 ഉള്ളൂ ആ റെക്ടാങ്കിളിലെ പെരിമീറ്റർ. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഒരു ഐഡിയ, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ആ ഒരു ഐഡിയ ഉപയോഗിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്തായി വരും? ചെറുതായി വരുന്നത് കാണാം. എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു, ഈ ഐഡിയാസ് ഒക്കെ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ഓക്കെ, സൈഡ് ഓഫ് എ സ്ക്വയർ വന്നിട്ടുണ്ട്. ഹൗ മെനി ടൈംസ് വിൽ ദ ന്യൂ ഏരിയ ബിക്കം ഇഫ് ദ സൈഡ് ഓഫ് സ്ക്വയർ ഡബിൾ ചെയ്തു? അപ്പൊ സൈഡ് ഓഫ് സ്ക്വയർ 5 ആണ്. ഏരിയ എന്താവും? ഒന്നും നോക്കണ്ട, സൈഡ് ഡബിൾ ആയാൽ ഏരിയ എന്താവും? 4 ടൈംസ് ആവും. സൈഡിന് എന്താണോ ചേഞ്ച് വരുന്നത്? ഏരിയ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഓഫ് സൈഡാണ്. അപ്പം എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ലെങ്ത് കമ്പൗണ്ട് വരുന്നതാണ് ഏരിയ എന്ന് പറയുന്നത് എല്ലായിടത്തും. അപ്പോൾ എന്താണോ നമ്മൾ സൈഡ് ചെയ്യുന്നത് അതിന്റെ സ്ക്വയർ ടൈംസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഏരിയ മാറുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 5ന്റെ സ്ക്വയർ 25 ആയിരുന്നു. ഇത് 10 ആവുമ്പോൾ 10ന്റെ സ്ക്വയർ 100 ആവും. അത് എത്ര ടൈംസ് ആവും? 4 ടൈംസ് ആവും. ഓക്കെ, ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റൻസ് ഒക്കെ ഇതേപോലത്തെ ക്വസ്റ്റൻസ് എല്ലാം ചെയ്യാൻ പറ്റും. എ സ്റ്റീൽ വയർ ഫോംസ് എ സ്ക്വയർ ഹൂസ് ഏരിയ 487. ഇത് കാണുമ്പോൾ തന്നെ 22 ആണ് എന്ന് പറയുന്നത്. ആ ഒരു സ്ക്വയറിന്റെ സൈഡ്, അതായത് പെരിമീറ്റർ എത്രയാണ്? 88 ആണ്. അതായത് 88 മീറ്റർ നീളമുള്ള വയർ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ സ്ക്വയർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഫ് ദ സെയിം വയർ ഇസ് മെന്റ് ടു ഫോം എ സർക്കിൾ, അങ്ങനെയാണ് റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുള്ളതാണ്. 44 ആണ് നമ്മളുടെ ഒരു സർക്കിളിന്റെ സൈഡ് എങ്കിൽ റേഡിയസ് എത്ര ആയിരിക്കും? 7 ആയിരിക്കും. അപ്പൊ 44നെ 2 കൊണ്ട് ഗുണിച്ചെങ്കിൽ 88, 7നെ 2 കൊണ്ട് ഗുണിച്ച് എത്ര ആയിരിക്കും? 14 ആയിരിക്കും നിങ്ങളുടെ ആ ഒരു സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 88 ഈക്വൽ ടു 2 ഇൻറ്റു 22/7 ഇൻറ്റു 6 എന്ന് എഴുതും. എന്നിട്ട് 6ന്റെ വാല്യൂ കൊണ്ട് പിടിച്ചാലും എന്ത് തന്നെ കിട്ടും? 14 കിട്ടും. പക്ഷേ ഈ ഒരു ഐഡിയ നിങ്ങൾ പഠിക്കണം. 44 പെരിമീറ്റർ ആണെങ്കിൽ 7 റേഡിയസ് ഉള്ള ഒരു സർക്കിളിന്റെ പെരിമീറ്റർ 44ഉം ഏരിയ എത്ര ആയിരിക്കും? 154 ആയിരിക്കും. അപ്പൊ പെരിമീറ്റർ ഡബിൾ ആകുമ്പോൾ റേഡിയസ് എന്താവും? റേഡിയസ് ഡബിൾ ആകുമ്പോൾ പെരിമീറ്ററും ഡബിൾ ആവും. എന്നാൽ ഏരിയ എന്താവും? ഇത് ഡബിൾ ആകുമ്പോൾ, സൈഡ് ഡബിൾ ആകുമ്പോൾ ഏരിയ എത്ര ആവും? 4 ടൈംസ് ആവും. അപ്പൊ ഇത് ഡബിൾ ആകുമ്പോൾ, ഇത് 14 ആകുമ്പോൾ ഇത് എന്താവും? ഇതിന്റെ 4 ടൈംസ് 616 ആവും. അപ്പൊ ഏരിയ 616 ഉള്ള ഒരു സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ എന്താണ് എളുപ്പവഴി? 157നെ 4 കൊണ്ട് ഗുണിക്കും. അപ്പം 7നെ എത്ര കൊണ്ട് ഗുണിച്ചായിരിക്കും? 2 കൊണ്ട് ഗുണിച്ചായിരിക്കും. അപ്പൊ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 21 ആകുമ്പോൾ എന്താവും? ഇത് 7 ഗുണം 3 ആണ്. 154 ഗുണം 9 ആവും. 154 ഗുണം 9 ആവും. 1386 ആവും. ഓക്കെ, 1386. ഈ ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനകത്ത് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ പറ്റും. കോസ്റ്റ് ഓഫ് ഫെൻസിങ് സ്ക്വയർ ഫീൽഡ് വിത്ത് റേറ്റ് ഓഫ് 20 പെർ മീറ്റർ എത്രയാണ്? ഇത്രയാണ്. അപ്പൊ ഇതിനകത്ത് എന്ത് കിട്ടും? ആ ഒരു സ്ക്വയർ ഫീൽഡിന്റെ പെരിമീറ്റർ കിട്ടും അല്ലേ? 1080 1080/20 നമുക്ക് 1008/2 എത്രയാണ്? 504. അതായത് 504 മീറ്റർ ആണ് ആ സ്ക്വയറിന്റെ പെരിമീറ്റർ. അപ്പോൾ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 വെച്ച് കിട്ടുമ്പോൾ 12 126 അല്ലെ? 126 ആണ് അതിന്റെ ഒരു സൈഡ്. ഹൗ മച്ച് വിൽ ഇറ്റ് കോസ്റ്റ് ടു ലേ എ 3 മീറ്റർ വൈഡ് പേയ്മെന്റ് അലോങ് ദ ഫെൻസിങ് ഇൻസൈഡ് ദ ഫീൽഡ് അറ്റ് ദ റേറ്റ് ഓഫ് 50 പെർ സ്ക്വയർ മീറ്റർ? ഇപ്പൊ ഹൗ മച്ച് കോസ്റ്റ്, അതായത് 126 മീറ്റർ സൈഡുള്ള ആ ഒരു സ്ക്വയർ ഫീൽഡിന്റെ ഇറ്റ് വിൽ കോസ്റ്റ് ടു ലേ എ 3 മീറ്റർ വൈഡ് പേയ്മെന്റ്. അതായത് അകത്ത് എന്താണ്? 3 മീറ്റർ വൈഡ് പേയ്മെന്റ്. ഓക്കെ, ഇതിന്റെ വിട്ടാണ് എത്ര? 3 മീറ്റർ. ഇവിടെ 3 മീറ്റർ, ഇവിടെ 3 മീറ്റർ. അപ്പൊ അകത്ത് എത്ര ആവും? ഇത് എത്ര ആവും? 106. ഇവിടുത്തെ 3, ഇവിടുത്തെ 3, അങ്ങനെ 120 മീറ്റർ ആവും. along the fencing inside the field at the rate of 50 per square meter. സ്ക്വയർ മീറ്ററിന് along the fencing, അതായത് ഈ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഈ ഒരു ഏരിയ കണ്ടുപിടിക്കണം. ഇതിനകത്ത് ഫെൻസിങ് ഇൻസൈഡ് ദ ഫീൽഡ് അറ്റ് ദ റേറ്റ് ഓഫ് 50 per square meter. അപ്പൊ ഇതാക്കാൻ വേണ്ടി 50 രൂപ പെർ സ്ക്വയർ മീറ്ററിന് എത്ര രൂപ ചെലവാകും? അതായത് എന്ത് വേണം? ഇതിന്റെ ഏരിയ വേണം, അതിനെ 50 കൊണ്ട് ഗുണിക്കണം. ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? 126ന്റെ സ്ക്വയർ മൈനസ് അകത്തുള്ള 120ന്റെ സ്ക്വയർ. അതായിരിക്കും ഏരിയ. 126 സ്ക്വയർ എന്ന് പറഞ്ഞാൽ വലിയ സ്ക്വയറിന്റെ ഇതും പേയ്മെന്റ് എല്ലാം കൂടെ ചേർത്തോളൂ. അകത്തുള്ളതിന്റെ സ്ക്വയർ ഏരിയ എന്ന് പറഞ്ഞാൽ 120ന്റെ സ്ക്വയർ. എന്ത് കിട്ടും? a + b × a - b, a സ്ക്വയർ - b സ്ക്വയർ. 126 120 246 ഇൻറ്റു 6. ഇതാണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. 3 മീറ്റർ സ്ക്വയർ. ഇതിനെ എന്ത് ചെയ്യണം? 50 കൊണ്ട് ഗുണിക്കണം. എന്ന് വെച്ചാൽ 300 ആണ്. അപ്പോൾ 246 × 3 224 3 720
720 18 738 738 20 ഓപ്ഷൻ സി ആൻസർ ചെയ്യാം. കാൽക്കുലേഷൻ ഒന്നുമില്ല. ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്താൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കൺസെപ്റ്റുകളും ക്ലിയർ ആണ്. നല്ല ക്വസ്റ്റ്യൻസ് ആണ്, കാണുമ്പോൾ സിമ്പിൾ ആണെന്ന് വിചാരിക്കും. ഓക്കെ, മൈ മദർ ഹാസ് എ റെക്ടാംഗുലർ പ്ലോട്ട് ഓഫ് ലെങ്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. ഷീ വാണ്ട്സ് ടു എക്സ്ചേഞ്ച് ദിസ് വിത്ത് എ സ്ക്വയർ പ്ലോട്ട് ഓഫ് സെയിം ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ 16 9 140 അല്ല, ലെങ്തിന്റെ ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ അതിന്റെ ഏരിയ എന്നായിരിക്കും സ്ക്വയറിന്റെ ഏരിയ. അപ്പോൾ സ്ക്വയറിന്റെ ഏരിയ 147 ആണെങ്കിൽ സ്ക്വയറിന്റെ സൈഡ് എത്ര ആയിരിക്കും? 12 ആയിരിക്കും അല്ലേ? അതിന്റെ റൂട്ട് 12 സ്ക്വയർ ആണ് 147. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 12 × 4 48 മീറ്റർ. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ക്വസ്റ്റൻസും ചെയ്യാൻ പറ്റും. 4 cows are tied at a 4 corners of a rectangular field of length 30 20. The length of rope വന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ഫീൽഡ് ദാറ്റ് കൗസ് കനോട്ട് ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് ഫിഗർ ഒന്ന് നോക്കേ. 4 കോർണറിൽ ഇവിടെ 90 ഡിഗ്രി 90 ഡിഗ്രി 90 ഡിഗ്രി 90 ഡിഗ്രി ആണ്. ലെങ്ത് ഓഫ് റോപ്പ് വന്നിട്ടുണ്ട്. അതായത് 7 മീറ്റർ ഇവിടെ ഉണ്ട്. ടോട്ടൽ എത്ര ഉണ്ട്? ലെങ്ത് 30 ആണ്, ഇത് 20 ആണ്. ഓക്കെ, 20 30. ഓക്കെ, അപ്പൊ ഇതിന് ഇങ്ങോട്ട് കയറാം, ഇതിന് ഇങ്ങോട്ട് കയറാം. ഓക്കെ, ഇതിന് ഇങ്ങോട്ട് കയറാം, കുറച്ച് ബാക്കി നിൽക്കും. ഇനി ഇങ്ങോട്ട് കയറാം. ഓക്കെ, 7 ഉള്ളൂ. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? 7 ഉള്ളൂ. അല്ലെങ്കിൽ ഇത് 7 ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കേ, 90 90 90 90. അങ്ങനെ ടോട്ടൽ എത്ര ഡിഗ്രി ആയി? 360 ഡിഗ്രി. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒരു സർക്കിളിന്റെ ടോട്ടൽ ചുറ്റും, ഒരു സർക്കിളിന്റെ ചുറ്റും എത്ര? 360 ഡിഗ്രി ഉള്ളത്. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനോട് ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു വലിയ ഒരു സർക്കിൾ കിട്ടും. ഒരു സർക്കിൾ വിത്ത് റേഡിയസ് എത്രയാണ്? 7. റേഡിയസ് 7 ഉള്ള ഒരു സർക്കിൾ കിട്ടും. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മളിപ്പോൾ പഠിച്ചോളൂ. പൈ ആർ സ്ക്വയർ ചെയ്യുമ്പോൾ 154 മീറ്റർ ആണ് മീറ്റർ സ്ക്വയർ. 157 മീറ്റർ സ്ക്വയർ ആണ് എന്തുള്ളത്? ഈ 4 ഏരിയയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ഫീൽഡ് ദാറ്റ് കൗസ് കനോട്ട് ഗ്രേസ് ആണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് നല്ല പ്രയാസമായിരിക്കും. ഈ ഒരു ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് നോക്കും. ഈ പച്ച ഷെയ്ഡ് ചെയ്ത വാല്യൂ ആണ് വേണ്ടത്. അത് മാത്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ 30 × 20, അതായത് 600 - 154. 4 കുറയ്ക്കുമ്പോൾ 6 ആണ് വേണ്ടത്. 6 വരുന്ന ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എ. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യേണ്ടത് ചെയ്യുന്നത്. ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ ഹൂസ് ഡയഗണൽസ് ആർ 10. ഇപ്പൊ 10 സെന്റിമീറ്റർ ഡയഗണൽ എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ √2a ആണ്. ഇപ്പൊ √2a ആണ് 10 എന്ന് പറയുന്നത്. ഇപ്പൊ a എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 10/√2. 10/√2 നമുക്ക് 10√2/2 എന്ന് എഴുതാം. അതായത് 5√2 ഓപ്ഷൻ സി. ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞായിരിക്കണം ചെയ്യേണ്ടത്. ആ ഒരു സ്കില്ല് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ എഴുതാതെ √2a = 10, a = 10/√2 എന്ന് പറഞ്ഞാൽ 5√2 ഇങ്ങനെ എഴുതാതെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു സ്കില്ല് എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കണം. സ്ക്വയർ ഓഫ് സൈഡ് 6√2 സെന്റിമീറ്റർ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ. വാട്ട് ഇസ് ഏരിയ ഓഫ് ദ സർക്കിൾ എക്സ്ക്ലൂഡിംഗ് ദ സ്ക്വയർ? ഓക്കെ, അപ്പോൾ ഒരു സ്ക്വയർ ഓഫ് സൈഡ് ഒരു സർക്കിളിന്റെ അകത്ത് എന്ത് ചെയ്യാണ്? ഇൻസ്ക്രൈബ് ചെയ്യുകയാണ്. എന്താണ്? സ്ക്വയർ ഓഫ് സൈഡ് 6√2 ഇങ്ങനെ ഒരു സ്ക്വയർ എന്ത് ചെയ്യാണ്? അകത്ത് ഇൻസ്ക്രൈബ് ചെയ്യാണ്. വാട്ട് ഇസ് ഏരിയ ഓഫ് ദ സർക്കിൾ എക്സ്ക്ലൂഡിംഗ് ദ സ്ക്വയർ? അതായത് ഈ സ്ക്വയർ അല്ലാതെ ബാക്കി, സ്ക്വയർ അകത്തുണ്ട് അതില്ലാതെ ബാക്കി, അപ്പൊ ഷെയ്ഡ് ചെയ്യാത്ത ഏരിയ ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് നിയറസ്റ്റ് ഇൻറ്റീരിയർ. അപ്പൊ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറിന്റെ ഇത് നോക്കേ ഈ ഡയഗണൽ ഈ ഡയഗണലിലും സ്ക്വയറിന്റെ ഡയഗണലിലും നമ്മുടെ സർക്കിളിന്റെ ഡയമീറ്റർ എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? ഈ ഒരു ഓപ്പോസിറ്റ് കോണായിട്ടുള്ള. അപ്പൊ ഇതിന്റെ ഡയഗണലിന്റെ ലെങ്ത് എത്ര? സ്ക്വയറിന്റെ സൈഡ് 6√2 ആണെങ്കിൽ ഡയഗണൽ എന്ന് പറഞ്ഞാൽ √2a ആണ്. 6√2 ഇത് a ആണെങ്കിൽ √2a ആണ്. ഇപ്പൊ 6√2 × √2 ഇത് 12 ആണെന്ന് പറയുന്നത് ഡയഗണൽ. അതായത് ഇത് O ആണെങ്കിൽ ഇത് 6, ഇത് 6. അതായത് ഇതിന്റെ സ്ക്വയറിന്റെ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 6 സെന്റിമീറ്റർ ആണ്. വാട്ട് ഇസ് ഏരിയ ഓഫ് ദ സ്ക്വയർ സർക്കിൾ എക്സ്ക്ലൂഡിംഗ് ദ സ്ക്വയർ? അപ്പൊ 6 സെന്റിമീറ്റർ റേഡിയസ് ആണെങ്കിൽ അതിന്റെ ഏരിയ എന്ത് വരും? 22/7 × 36. ഇതാണ് അതിന്റെ ഏരിയ. അതിനകത്ത് എന്ത് ചെയ്യണം? സ്ക്വയറിന്റെ ഏരിയ കുറയ്ക്കണം. 6√2 സ്ക്വയർ അതായത് 72 കുറയ്ക്കണം. നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ നോക്കി എല്ലാം അത്യാവശ്യം ദൂരമുണ്ട്. നോക്കാം 22/7 എന്ന് പറയുമ്പോൾ നമുക്ക് 3 നമുക്ക് കൊടുക്കാം. 3.14 ഓക്കെ അല്ലേ? 3.14 കൊടുക്കാം. ഓക്കെ, 3 10-നകത്ത് 1 ബാക്കി 3 30-നകത്ത് 4. ഓക്കെ, 3.14 കൊടുക്കാം. അപ്പൊ നമുക്ക് 108 പിന്നെന്താ? ഓക്കെ, പോയിന്റ് 34 147 14 14 36 10 46 50. ഓക്കെ 50. ഓക്കെ 50 -72 അതായത് 72 36 നമുക്ക് ആ ഒരു റേഞ്ചിൽ വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. കാര്യം ഓപ്ഷനകത്ത് ആ ഒരു 39 41 അത് രണ്ട് ഏതാണ് ആൻസർ. ഓക്കെ, നമുക്കിത് ചെയ്യാം. -72 തന്നെയല്ലേ? 6 36 ഇരട്ടി. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? ഇതങ്ങ് ചെയ്യാം. 72 ഇതെന്ന് പറഞ്ഞാൽ 22 കൊണ്ട് ഗുണിക്കാം. ഒന്നെങ്കിൽ നമുക്ക് 11 കൊണ്ട് വേണ്ടി 22 132 13 66 76 79 792/7 എത്ര ഇട്ടത്? 1 1 3 113 1 1 3 10-നകത്ത് 7
10-നകത്ത് 7 1 ഇത് മതി ബൈ 72. 72 ആകുമ്പോൾ 28 13 38 3 41. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും കറക്റ്റ് ആയിട്ടും 41 ആയിരിക്കും എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ സർക്കിൾ എക്സ്ക്ലൂഡിങ് സ്ക്വയർ. അതായത് ഈ ഒരു ഏരിയ ഇപ്പൊ ഷെയ്ഡ് ചെയ്യുന്ന ഏരിയ. അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്, നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, 2 ക്വസ്റ്റ്യൻ കൂടെ എന്ത് ചെയ്യാം നമുക്ക് ചെയ്യാം. ഓക്കെ, 49ാമത്തെ ക്വസ്റ്റ്യൻ. A triangle ABC, length of BC is less than twice the length of AB by 2 cm. Length of AC exceeds the length of AB by 10 cm. Perimeter തന്നിട്ടുണ്ട്. Length of the smallest side ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ട്രയാങ്കിൾ ABCയിൽ BC എല്ലാത്തിനും AC വെച്ച് പറയുന്നത്. ലെങ്ത് ഓഫ് BC is less than twice the length of AB. ഇപ്പോൾ ABയുടെ X ആണെങ്കിൽ BCയുടെ ലെങ്ത് എത്രയാണ്? twice the length of AB by 2 cm. അപ്പോൾ 2x minus 2 ആണ്. ലെങ്ത് ഓഫ് AC exceeds the length of AB by 10 cm. അപ്പോൾ AC എന്ന് പറഞ്ഞാൽ x plus 10 ആണ്. ഇത് 3 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? x 3 ഇവിടെ 2x 3x 4x ഇവിടെ minus 2 plus 10. അപ്പോൾ 4x plus 8ന്റെ വാല്യൂ ആണ് 32. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും നമുക്ക്? 24 27 6 എന്ന് കിട്ടും. ഓക്കെ, സ്മോളസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതല്ലേ സ്മോളസ്റ്റ് സൈഡ്? ഇതാണ് സ്മോളസ്റ്റ് സൈഡ് അല്ലെ? 12 അല്ല, എക്സ് ആണ് സ്മോളസ്റ്റ് സൈഡ്. 6 ആൻസർ കിട്ടും. ഏറ്റവും ചെറുത് ഏതാ? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പാരലൽ സൈഡ്സ് ഓഫ് എ ട്രപ്പീസ് വന്നിട്ട് 20 10. നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ടു ഈച്ച് അതർ ആണ്. ഏരിയ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ നോൺ പാരലൽ സൈഡ്സ്? ഇപ്പൊ നോൺ പാരലൽ സൈഡ്സിന്റെ എന്ത് വേണം? ലെങ്ത് വേണം. ഇത് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഇവിടെ പാരലൽ സൈഡ്സ് CHS ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. പാരലൽ സൈഡ്സ് എന്താണ്? 20 10 ആണ്. 20 10 ആണ്. ഇത് പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ നോൺ പാരലൽ സൈഡ്സ് എന്താണ്? ഇത് ഈക്വൽ ആണ്. ഇത് രണ്ട് ഈക്വൽ ആണ്. ഇവിടുത്തെ ഒരു ഐസോസിലസ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ട്രപ്പീസിനകത്ത് ഈ സൈഡ് രണ്ട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഈ ലെങ്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ ഇത് 10 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത് 10 10 സെയിം. പെർപെൻഡിക്കുലർ വരച്ചാൽ 10 10, ബാക്കി 5 വിടുമ്പോൾ 5 വിടും. ഓക്കെ, ഇനി ഏരിയ വന്നിട്ടുണ്ട്. ഇപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രപ്പീസിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് 30 ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കണ്ടുപിടിക്കാം. 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. ഇപ്പൊ ഇത് 12 ആണ്. ഇപ്പൊ ഇത് 12 5 ഇത് എത്ര ആയിരിക്കും? ഇതൊരു 90 ഡിഗ്രി ട്രയാങ്കിൾ ആണ്. ഇത് എത്രയാണ്? 13. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസും ഇതുപോലത്തുള്ള മെത്തേഡ്സ് പഠിച്ച് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും തെറ്റത്തില്ല. കാര്യം നിങ്ങൾക്ക് ഫുൾ മാർക്കും എക്സാമിന് സെറ്റ് ആക്കാൻ പറ്റും. ഇതിന്റെയൊക്കെ സൊല്യൂഷൻ നിങ്ങൾ വേറെ ബുക്കിലോ വേറെ എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നോ കണ്ടാൽ മതി. ഇതാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്തെന്ന് പറയുന്ന അപ്രോച്ച് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റായിട്ട് പഠിച്ചു പോകാം. മാത്സിന് മാത്രം ഫൗണ്ടേഷൻ ബാച്ചുകളും നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അതെടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോകുന്നതാണ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മെൻസ്ട്രേഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെൻസ്ട്രേഷൻ 3D നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ക്ലാസ്സുകളിലുണ്ട്. നിങ്ങൾ ടെലീന ചാനൽ ജോയിൻ ചെയ്യുക. മാക്സിമം ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാ ക്ലാസ്സുകളും ആദ്യം മുതൽ കണ്ട് ഉറപ്പുവരുത്തി പോയി എക്സാം നന്നായിട്ട് എഴുതി എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.